പാട്ടും കൂടെ വരുന്നുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി ചില സിനിമകൾ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ ലിജോയെ എനിക്ക് വളരെ നാളായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ. വളരെയധികം ഇഷ്ടമായിരുന്നു. ലിജോ സിനിമയിൽ വന്ന കാലം നല്ലറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നടന്നില്ല. ആ നടക്കാത്തത് ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നു എന്ന് മുൻകൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ലിജോയോട് ഞാൻ നന്ദി പറയാം. ഇങ്ങനൊരു സിനിമ സത്യസന്ധമാണ്. താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമയെ തുടങ്ങി. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. കൊച്ചിലെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മൂമ്മയും കൊച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കുകയും കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയായിരുന്നു. നാട്ടുപടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയില് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, അസൂയുണ്ട്, വിഷമുണ്ട്, വിമച്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, വികാസമുണ്ട്, എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി. നീ കണ്ടത് നിജം, കാണാതെ പോയി. നീ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കാണുന്നത്. പിന്നെ ഈ സിനിമ വളരെ വലുതായിരുന്നു. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു സിനിമയല്ല, മലയാള സിനിമയല്ല. നിങ്ങൾ തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ കന്നഡയിൽ കണ്ടാൽ ഹിന്ദിയിൽ കണ്ടാൽ ആ സിനിമയായിട്ട് തോന്നണം. ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്, മെയിൻലി. പിന്നെ മദ്രാസിലാണ്, ചിഞ്ചി ഫോർട്ട്. അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ, ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഏറ്റുപറച്ചിലല്ല, കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമാറ്റിക് വൈസ് വളരെയധികം പ്രയാസപ്പെടുന്നു. ഞങ്ങളുടെ പൊടിക്കാറ്റ്, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊക്കെ ഒരു കംപ്ലൈന്റ് അല്ല. അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇവിടെ നൃത്തം ചെയ്ത സുനാനി മറാഠിയിലുള്ളൊരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ്, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചെറുളായി പോലും രാജീവ് എന്റെ ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത് തന്നെ. ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു 10,000-2000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. താങ്ക് യു.
ഇതിനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതിലെ എന്താ പറയണ്ട, പിന്നെ ഇതിലെ ഗാനങ്ങൾ റഫീഖാണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും ചെയ്തിരിക്കുന്നത്. ഇതില് ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. റാപ്പ് എന്നുള്ള പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എന്റെ ക്യാമറമാനാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. അതിന്റെ ഒരു കളർ പാറ്റേൺ അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിലെ കോസ്റ്റ്യൂം, അതിന്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിന്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടാത്തത് ഒരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകന്റെ കൂടെ നല്ലൊരു പ്രൊഡക്ഷന്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിന്റെ കഥാപാത്രം, അതിന്റെ അകത്തൊരു ഫിലോസഫി. അപ്പൊ ഈ മലയക്കോട്ടെ വായപ്പൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, വലിയൊരു ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം നേരിടാൻ പ്രശ്നം. അപ്പൊ ഒരു വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിന്റെ തിയേറ്ററിലേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല സിനിമയെ സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ. ഈ സിനിമയ്ക്ക് ഇതൊക്കെ ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം നിൽക്കേണ്ട, മലയാളക്കരയിൽ മാത്രം നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്ക് ഇതിനെ സബ്ടൈറ്റിൽ ചെയ്ത് നടത്താൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എന്റെ കൊളീഗ്സിനും ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. And once again, thank you so much. Thank you. ഈ ഒരു ചിത്രത്തിൽ പാട്ട് പാടാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവരും ഓൾറെഡി കേട്ടു. പക്ഷെ നമുക്കൊരു ഭാഗ്യത്തിന് വേണ്ടി നല്ലൊരു 2 വരി ഇവിടെ പാടാമോ? അതൊരു പ്രത്യേക പാട്ടാണ്, അങ്ങനെ പാടാൻ പറ്റില്ല. അത് പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ്, ബോഡി താളമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിലില്ല. ദേഹത്തെ തട്ടി പാടില്ലേ, താളമില്ലാണ്ട് എങ്ങനെ പാടും? അപ്പൊ പാട്ട് നിങ്ങൾക്ക് ഇവിടെ അവർ പ്ലേ ചെയ്യുന്നുണ്ടോ അതെനിക്കറിയില്ല. അങ്ങനെ കണ്ടല്ലേ? താങ്ക് യു. സോ മച്ച്. 2024 തന്നെ ഒരു ഇന്റർനാഷണൽ DNFT ഫിലിം അവാർഡ്സ് കണ്ടക്ട് ചെയ്യാൻ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉൾപ്പെടെ DNFT ഉള്ളവർക്കുണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഡു. ആൻഡ് നേരത്തെ പറഞ്ഞ ഒരു ഇരട്ടി മധുരമാണ്. ഞാൻ ശിവ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ വരുന്നുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി വി വിൽ ബി വർക്കിംഗ് വിത്ത് ദാറ്റ്. If it happens, I don't know the exact details of it. Maybe or may not be, but that is something to say. But I wish if it happens. നിങ്ങൾ എല്ലാവരും പോലെ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. Anyway, thank you very much. Wonderful. And once again, thank you very much for Shiv sir, Kuchmun sir, Achu, everyone, and especially the director is creating something out of this world. ഒരു ടൈമും സ്പേസും ഇല്ലാന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ 25th വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Anyway, thank you very much. Wonderful. Thank you.